ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം അതീവ രൂക്ഷമായി തുടരുന്നു. വിലക്കയറ്റത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ ഡിസംബർ അവസാന വാരം ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനായി ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിരോധനം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 84 മണിക്കൂർ പിന്നിടുമ്പോഴും രാജ്യത്തെ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും നിലച്ച മട്ടാണ്. പ്രക്ഷോഭകർക്ക് നേരെ സുരക്ഷാസേന നടത്തുന്ന അതിക്രമങ്ങൾ പുറം ലോകം അറിയാതെയിരിക്കാനാണ് ഭരണകൂടം ഇന്റർനെറ്റ് വിച്ഛേദിച്ചതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. പ്രതിഷേധങ്ങൾ ഏകോപിപ്പിക്കുന്നത് തടയാനും സേനയുടെ ക്രൂരതകൾ മറച്ചുവെക്കാനുമാണ് ഈ നീക്കമെന്ന് കരുതപ്പെടുന്നു. ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ സുരക്ഷാസേന പ്രക്ഷോഭകർക്ക് നേരെ തത്സമയ വെടിയുണ്ടകൾ പ്രയോഗിക്കുന്നതായി ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇതിനോടകം 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം കൊല്ലപ്പെട്ട 544 പേരിൽ 8 കുട്ടികളും ഉൾപ്പെടുന്നു. പ്രതിഷേധം അടിച്ചമർത്താൻ സൈന്യം വെടിയുതിർത്തതോടെ പല നഗരങ്ങളും യുദ്ധക്കളത്തിന് സമാനമായി. രാജ്യത്തെ 31 പ്രവിശ്യകളിലായി 180-ലധികം നഗരങ്ങളിലേക്ക് പ്രതിഷേധം പടർന്നിട്ടുണ്ട്. മരിച്ചവരിൽ 48 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. പ്രതിഷേധക്കാരെ ദൈവത്തിന്റെ ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ച ഇറാൻ ഭരണകൂടം അവർക്കെതിരെ വധശിക്ഷ വരെ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഭീഷണികളെ അവഗണിച്ചും ടെഹ്റാനിലും മറ്റു പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ സൈനിക നടപടി തുടർന്നാൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ലോകത്തിനു മുന്നിൽ നിന്നും ഇറാനിലെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്.